ഇലക്ഷൻ പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ എൻജിഒക്കാർ വേറെയാണ് നോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയാത്ത ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുക. അത് തരരുത് നമ്മുടെ കയ്യിൽ. നമ്മൾ ചെയ്താലെന്താ, നേരിട്ട് പോസ്റ്റ് ചെയ്തു. NGO യൂണിയൻ വേദിയിലെ ജി സുധാകരന്റെ പ്രസംഗം ഗുരുതര നിയമലംഘനമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. കേസെടുത്ത് അന്വേഷണം നടത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആലപ്പുഴ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. പിന്നാലെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ ജി സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം മൊഴിയെടുക്കാനായിട്ട് പറഞ്ഞു. മൊഴിയെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പം കളക്ടറെ കൊടുക്കും, ജില്ലാ കളക്ടർ പൂർണ്ണമായി. എല്ലാ കാര്യങ്ങളും ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നും യാതൊരു ഭയവുമില്ലെന്നും കൂടുതൽ പ്രതികരണത്തിനില്ലെന്നുമായിരുന്നു അപ്പോൾ ജി സുധാകരൻ പറഞ്ഞത്. എന്നെ കണ്ട് എന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയല്ലോ അവര്. അപ്പൊ അവരതിന്റെ ആവശ്യമായ തീരുമാനം എടുക്കട്ടെ. ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. എന്നാൽ 2 മണിക്കൂറിന് ശേഷം CPIയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം പിന്നോട്ട് പോയി. ഇല്ലാത്തൊരു കാര്യം, അസംഭാവ്യമായ ഒരു കാര്യം ചിലരങ്ങനെ ചെയ്യുന്നു എന്ന് പ്രചാരവേള നടക്കുന്നത് കൊണ്ട് അവർക്കൊരു ജാഗ്രത കൊടുക്കാൻ ചെറിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നുണ്ട് എന്നൊരു തോന്നൽ വരുത്താൻ വേണ്ടി പറഞ്ഞു പോയതാണ്. അതന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ പറയാം, ഉദ്യോഗസ്ഥൻ വന്നാലും ഞാൻ പറയുകയും ചെയ്തു, ഇതാണ് സംഭവം. ഇതിലൂടെ രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാനാകുമെങ്കിലും നിയമ നടപടികൾ കുറച്ചു നാളത്തേക്കെങ്കിലും നേരിടേണ്ടി വരും. കേസെടുക്കുന്നതിൽ ആലപ്പുഴ സൗത്ത് പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടമായതുകൊണ്ട് ജി സുധാകരന്റെ വെളിപ്പെടുത്തലിനെ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.